കാവോല സുവനീർ പ്രകാശനം ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ കാവോല സുവനീർ പ്രകാശന കർമ്മം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. സുവനീർ കമ്മിറ്റി കൺവീനർ PV അശോകൻ മാസ്റ്റർ സ്വാഗതവും ചെയർമാൻ ഡോക്ടർ E ശ്രീധരൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കവി മാധവൻ പുറച്ചേരി സ്മരണിക പ്രകാശനം ചെയ്തു. നടൻ KU മനോജ് സുവനീർ ഏറ്റുവാങ്ങി. നമ്മുടെ ഈ വടക്കൻ മലബാറിൻ്റെ ജീവിതത്തെ സമഗ്രമായ ചില നവ്യ അനുഭൂതികൾ നൽകുന്നത് എന്നാലോചിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളുടെ നിരവധി അടരുകളാണ്. എത്ര വൈവിധ്യമാണെന്ന് പറയാൻ പറ്റില്ല. മറ്റു പലരും വളരെ വിശദമായി പറഞ്ഞു. പക്ഷേ ഭക്ഷണ വൈവിധ്യം ഇവിടെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാചക വിദഗ്ധൻ ദാമോദരനോട് ഉണ്ട്. പക്ഷെ ആ ഭക്ഷണ വൈവിധ്യത്തിൻ്റെ ഒരു സവിശേഷത മാത്രം നോക്കിയാൽ മതി. ഞങ്ങളുടെ അടുത്തൊരു ആ മാസത്തിലെ വാവിന് മത്തനപ്പം ഉണ്ടാക്കും. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഉണ്ട് മത്തനപ്പം ഉണ്ടാക്കും. നീലേശ്വരത്തുള്ള ഒരാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ മത്തനപ്പം കഴിച്ചു. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് മത്തനപ്പം ഉണ്ടാക്കും, പക്ഷേ അതിൽ വെല്ലം ചേർക്കില്ല എന്നാണ്. ഞങ്ങളുടെ വെല്ലം ചേർത്തിട്ടാണ് മത്തൻ നേർക്ക നല്ല മൂത്ത മത്തൻ നേർക്ക മുറിച്ച് അരിയും ചേർത്തിങ്ങനെ അരി അരച്ച് അതും ചേർത്തുണ്ടാക്കുന്നൊരു വിഭവമാണ്. അപ്പോൾ ഇത് അയാൾ പറഞ്ഞു, ഞങ്ങളിത് മത്തനപ്പാക്കും, പക്ഷേ ഞങ്ങൾ വെല്ലം ചേർക്കില്ല എന്നാണ്. അപ്പം ഇങ്ങനെ ഓരോ നാടിനും അതുപോലെ ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് സാധനങ്ങൾ. ഇപ്പം അസർച്ച കാർത്തിക ദിവസം ഒരു കാവിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെ ചരിത്രം അടങ്ങിയ ശ്രീധര മാഷം കുട്ടികൾ തയ്യാറാക്കിയ ഒരു സുവനീർ ഏറ്റുവാങ്ങാൻ കിട്ടിയൊരു ഭാഗ്യം. ഒരു പക്ഷേ ഈ ലോകത്തിൽ ആ ഒരു ഭാഗ്യവൻ ഞാൻ മാത്രമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ അന്നൂരിൽ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് ജനിച്ചു വളരുകയും ഇവിടെയൊക്കെ കളിയുടെ ഭാഗമായിട്ട് ഈ കാവലി വരികയും ഇതിൻ്റെ മുറ്റത്ത് പോലും കളിക്കുകയും ഇവിടുത്തെ എരിഞ്ഞിപ്പൂ പറിച്ചും ഇവിടുത്തെ അവലും മലരും വാങ്ങിയും വളർന്നു വന്ന് എന്നെ ഈ പ്രൗഢഗംഭീരമായ ഈ ഒരു വേദിയിൽ ഇരിക്കാൻ എനിക്ക് സാധിച്ചത് ഒരു പക്ഷേ എനിക്ക് നാടകത്തോടുള്ള ഒരു ആഗ്രഹവും അഭിനയത്തോടുള്ള അടങ്ങാത്ത ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് കൊണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേലോത്ത് ഗോവിന്ദൻ നമ്പി മുഖ്യാതിഥിയായ ചടങ്ങിൽ P വിജയൻ മാസ്റ്റർ സ്മരണികയെ പരിചയപ്പെടുത്തി. P വിനോദ്, R ഹരീന്ദ്രൻ, T ജയകൃഷ്ണൻ, T അശോകൻ, P ഭാസ്കരൻ പണിക്കർ കോയോങ്കര, KV ഭാസ്കരൻ, VK ദാമോദരൻ, പത്മനാഭൻ പെരിങ്ങാപ്പുറത്ത് തുടങ്ങിയവരും ക്ഷേത്രാചാരക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.